തൊഴിൽ കേരളം വെബ് പോർട്ടൽ വഴി ADS ഏജന്റുമാർക്ക് എങ്ങനെ തൊഴിൽദാതാവിന് ബൾക്ക് അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്ക്രീനിൽ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ADS ഏജന്റിന്റെ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന എംപ്ലോയർ ക്ലിക്ക് ചെയ്തതിനു ശേഷം സാമ്പിൾ എക്സൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബൾക്ക് അപ്ലോഡ് മാസ്റ്റർ ഷീറ്റ് റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം ജെൻഡർ, സോഴ്സ് ഓഫ് ഡേറ്റ, NIC സെക്ടർ കോഡ്, ക്യാമ്പയിൻ നെയിം, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി എന്നീ ഫീൽഡുകൾ പൂരിപ്പിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റ സോഴ്സ്, ക്യാമ്പയിൻ നെയിം, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ ഫീൽഡുകളിൽ ബൾക്ക് അപ്ലോഡ് മാസ്റ്റർ ഷീറ്റിൽ തന്നിരിക്കുന്നത് പോലെ കോഡാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് തൊഴിലന്വേഷകന്റെ ലോക്കൽ ബോഡി ഇടവ ആണെങ്കിൽ ഇടവ എന്ന് നൽകുന്നതിന് പകരം ഇടവയുടെ കോഡായ G010102 എന്നാണ് നൽകേണ്ടത്. തൊഴിൽദാതാവിന്റെ പേര്, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഓതറൈസ്ഡ് എംപ്ലോയി നെയിം, ഓതറൈസ്ഡ് എംപ്ലോയി മൊബൈൽ നമ്പർ, ജെൻഡർ, സോഴ്സ് ഓഫ് ഡേറ്റ, NIC സെക്ടർ കോഡ്, ക്യാമ്പയിൻ നെയിം, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി, ഫോം അഡ്രസ്, ലോക്കൽ ഗവൺമെന്റ് ട്രേഡ് ലൈസൻസ് നമ്പർ എന്നിവ നൽകി സേവ് ചെയ്യുക. സേവ് ചെയ്ത എക്സൽ ഷീറ്റ് അപ്ലോഡ് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഒരു എക്സൽ ഫയൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകും. അത് പരിശോധിച്ചാൽ നിങ്ങൾ നൽകിയ വിവരങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ സാധിക്കും. ശരിയാണെങ്കിൽ ഇതുപോലെ ഷീറ്റിന്റെ എൻഡിലായി സ്റ്റാറ്റസ് എന്ന കോളത്തിൽ സക്സസ് എന്നും നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എറർ എന്നും കാണിക്കുന്നതാണ്. എറർ എന്താണെന്നുള്ളതിന്റെ റീസൺ ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് തിരുത്തിയതിനു ശേഷം എക്സൽ സേവ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യുക. കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ നൽകിയ തൊഴിൽദാതാവിന്റെ വിവരങ്ങൾ ഇതുപോലെ പട്ടികയായി കാണാൻ സാധിക്കുന്നതാണ്.